അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. മതി. വിശ്വാസികളെ, ദൈവമക്കളെ, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. നിന്റെ ആത്മീയ ജീവിതത്തിന് കേടുവരുത്തുന്ന, നിന്റെ കുടുംബത്തിന് കേടുവരുത്തുന്ന, നിന്റെ ജീവിതത്തിന് കേടുവരുത്തുന്ന ഒരു കാര്യവും നീ ചെയ്യരുത്, പറയരുത്, ചിന്തിക്കരുത്, നോക്കരുത്, കേൾക്കരുത്, പോകരുത്, പ്രവർത്തിക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരുത്തിയാൽ ഞാനതുകൊണ്ട് രക്ഷപ്പെട്ടെന്നാണ്. ഇല്ല, അത് നമ്മുടെ ദോഷമാണ്. അതുകൊണ്ട് വിശ്വാസികളായ ദൈവമക്കളായ എല്ലാവരോടും പുതുവർഷത്തെ ഒരു തീരുമാനമായി ഓർപ്പിക്കുകയാണ്, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. നിന്റെ വാക്കുകൊണ്ടായാലും, നോട്ടം കൊണ്ടായാലും, നിന്റെ ചിന്ത കൊണ്ടായാലും, നിന്റെ ശബ്ദം കൊണ്ടായാലും, നീ കേട്ടിരിക്കുന്ന കാര്യങ്ങളായാലും, നിന്റെ നടപ്പ് കൊണ്ടായാലും, നിന്റെ ആത്മീയ ജീവിതത്തിന് ദോഷം വരുത്തുന്ന, നിന്റെ ജീവിതത്തിന് ദോഷം വരുത്തുന്ന, നിന്റെ കുടുംബത്തിന് ദോഷം വരുത്തുന്ന ഒന്നും നീ ചെയ്യരുത്. അതൊരു തീരുമാനമായിരിക്കണം. അടുത്ത കാര്യം, സ്തോത്രം, ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്തരുത്. 1 കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം 32-ാമത്തെ വചനം വായിക്കാം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവീൻ. വിവരിക്കേണ്ട, നമുക്കിതൊക്കെ കാര്യം അറിയാം. ഇതൊരു തീരുമാനമായി എടുത്തോണം. ഞാൻ നിമിത്തം എൻ്റെ സഭയ്ക്കോ ദൈവജനത്തിനോ ഒരു ഇടർച്ച ഉണ്ടാക്കത്തില്ല. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, ഞാൻ കേൾക്കുന്നത് കൊണ്ട്, ഞാൻ കാണുന്നത് കൊണ്ട്, എൻ്റെ നടപ്പ് കൊണ്ട്, ജീവിതം കൊണ്ട് ദൈവസഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ചിലത് ഇത്തിരി സഹിക്കേണ്ടി വരും. എല്ലാവരും നോക്കിക്കേ, നമ്മൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. ഞാൻ ഇത്തിരി സഹിച്ചാലും വേണ്ടില്ല, ദൈവസഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കരുത്. കാരണം ദൈവസഭയാണ്, DC സാമുവലിൻ്റെ സഭയല്ല. ദൈവസഭ, ദൈവസഭയ്ക്ക് ഒരു കാരണവശാലും ഇടർച്ച ഉണ്ടാക്കരുത്. അതൊരു തീരുമാനമായിരിക്കണം. നമ്മൾ മാത്രമായാലും, 2 പേര് ഒരുമിച്ച് കൂടിയാലും, 4 പേര് ഒരുമിച്ച് കൂടിയാലും, അവിടെയൊക്കെ ഉള്ള നമ്മുടെ സംഭാഷണമായാലും എല്ലാം ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്തുന്നതാകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിവരിക്കേണ്ട ആവശ്യമല്ല, നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് പുതുവർഷത്തിൽ നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം. ഞാൻ എനിക്ക് ദോഷം ചെയ്യുകയില്ല, ഞാൻ ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്തില്ല. അടുത്ത കാര്യം, ദൈവമക്കൾ ദൈവസഭയിൽ സഫലന്മാരായിരിക്കണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 12-ാം വചനം. ആരും മറക്കരുത്, ഇതൊരു പ്രസംഗമല്ല, ഇത് നിങ്ങൾക്കുള്ള ദൂതും നമ്മൾ അനുസരിച്ച് പോകേണ്ട കാര്യമാണ്. ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവീൻ. വായിച്ചത് കേട്ടല്ലോ, നല്ല വാക്യമാണ്. ദൈവമക്കളെ, സ്തോത്രം, നിങ്ങൾ വാഞ്ചയുള്ളവരായിട്ടിരിക്കണം. എന്തിന്? ദൈവസഭയുടെ ആത്മീയ വർധനവിന് സഫലന്മാരാകുക. ഒരു ദുഷ്ഫലന്മാരും നമ്മുടെ സഭയിൽ വേണ്ട. എല്ലാവരും സഫലന്മാരായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾ ദൈവസഭയ്ക്ക് സഫലന്മാരായിത്തീരണം. വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്,
ചാലക്കുഴി നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു ചെറിയ സഭ. ഇതിപ്പോൾ തന്നെ ഇത് ദൈവസഭയുടെ ഒരു ഭാഗമാണ്. സ്തോത്രം. നമ്മുടെ സഭ മാത്രമേ ഉള്ളൂ എന്നല്ല, ആഗോളപരമായ ദൈവസഭയുടെ അകത്ത് നമ്മുടെ സഭ ഒരു ഭാഗമാണ്. ഈ ഭാഗമായ ദൈവസഭ, ഇതിനകത്തുള്ള സകല ആളുകളും അവരവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സബലന്മാരാകണം. ചിലപ്പോൾ ഒരാളിന് ചെയ്യാൻ കഴിയുന്നത് ഒരു പായ ഇങ്ങോട്ട് മടക്കി എടുത്ത് ഇവിടെ കൊണ്ട് വയ്ക്കുന്നതായിരിക്കും. അതേ ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തുള്ളൂ. അത് നല്ല മനസ്സോടെ. സ്തോത്രം. 2 കസേര എടുത്തിട്ടു ഇവിടെ ഒന്ന് അടിച്ചു വാരി ഇതിൻ്റെ പൊടിയും വലയും ഒക്കെ ഒരു ദിവസം വന്ന് ശരിയാക്കി. അതും ഒരു കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമാണ്. പിന്നെ ദൈവസഭയിൽ ചിലവുള്ള എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു, നിവർത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക. കാരണം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല, കൊടുക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ. സഹോദരൻ, അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തെളിവാണ്. നമ്മളൊക്കെ കൃപയിൽ ഇവിടെ വന്നപ്പോഴും ഇവിടെ ആരാധനയ്ക്ക് വന്ന് തുടങ്ങിയ കാലത്തുമൊക്കെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോഴും എന്നോട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, വിശേഷിച്ചും അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ. പാസ്റ്റേ, ചാലക്കുടി സഭയ്ക്കകത്ത് കയറിയിട്ടുള്ള ഒരെണ്ണം പോലും തളർന്നു പോയിട്ടില്ല. അവർ നന്മ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ആരുടെയും മിടുക്കല്ല, അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ തന്നെ സഫലന്മാരാകണം. ദൈവ കാര്യത്തിലോ ദൈവസഭയുടെ കാര്യത്തിലോ ഒരു ചെലവിൻ്റെ കാര്യമോ എന്തെങ്കിലും വന്നാൽ മനസ്സോടെ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. മനസ്സോടെ ചെയ്യാൻ കഴിയുന്നത്. ഇൻ കേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് തളർത്തരുത്. ചിലപ്പോൾ നമുക്ക് നിവൃത്തിയില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് താങ്ങിക്കോണം. ചിലരങ്ങനെയല്ല, ഇത്രയും കൊടുക്കണോ, അങ്ങനെയൊന്നും നമ്മളൊന്നും പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കുക. സഫലന്മാരായിരിക്കുക. വാക്കുണ്ടെങ്കിൽ വാക്കുണ്ട്, പ്രവൃത്തി ഉണ്ടെങ്കിൽ പ്രവൃത്തിയുണ്ട്, പൈസ ഉണ്ടെങ്കിൽ പൈസയുണ്ട്. എങ്ങനെയും ദൈവവേലയ്ക്ക്, ദൈവവേലയുടെ വളർച്ചയ്ക്ക് സഫലന്മാരായിരിക്കണം. ദുഷ്ഫലന്മാർ കേട്ടോന്തോ എല്ലാവരും, സഫലന്മാരായിരിക്കുക, ദുഷ്ഫലന്മാരാകരുത്. ആ തീരുമാനമാകത്തെടുത്തോണം. വിവരിക്കുന്നില്ല. 4-ാമത്തെ കാര്യം, സഹോദരം, ഇയ്യോബ് 22:2, ദൈവത്തിന് പ്രത്യുപകാരികൾ ആയിരിക്കണം. ദൈവത്തിന് പ്രത്യുപകാരികൾ ആയിരിക്കണം. ഒന്ന് വായിച്ചേ. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? വരുമോ? നിങ്ങളെ കൊണ്ടുവരാൻ പറ്റുമോ? ദൈവം നമുക്ക് വല്ല ഉപകാരവും ചെയ്തിട്ടുണ്ടോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നു. ഇതിൽ കൂടുതൽ ഇനി എന്താ തരാനുള്ളത്? ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ തന്നു. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്നത്. പിന്നെ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ളതെല്ലാം നന്മയാണ്, ഉപകാരമാണ്. യഹോവ എനിക്ക് ചെയ്ത സകല എല്ലാം ഉപകാരമാണ്. പക്ഷേ ദൂത്, ഈ ഉപകാരം പ്രാപിച്ച നീ ഈ ഉപകാരം ചെയ്ത ദൈവത്തിന് പ്രത്യുപകാരമാവുക. മനസ്സിലാവുന്ന പറഞ്ഞേ, ഈ ഉപകാരം നിനക്ക് ചെയ്ത ദൈവത്തിന് നീ പ്രത്യുപകാരിയാകുമോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യം കൊണ്ടും നിങ്ങളുടെ പണം കൊണ്ടും നിങ്ങളുടെ സമയം കൊണ്ടും നിങ്ങളുടെ എല്ലാം കൊണ്ട് ദൈവത്തിന് നിങ്ങൾ പ്രത്യുപകാരികളാകണം.